ഹലോ എവരിവൺ, വെൽക്കം ടു EDFIL ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് PYQ അനാലിസിസിൽ വരുന്ന പാരാമെട്രിക് ടെസ്റ്റിൻ്റെയും നോൺ പാരാമെട്രിക് ടെസ്റ്റിനെയും പറ്റിയിട്ടാണ്. അപ്പം പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ അനോവയും ടി ടെസ്റ്റുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ ക്രിസ്കൽ വാലീസ്, ഫ്രൈഡ്മാൻ, മാൻവിറ്റ്നി, വിൽകോക്സൺ, കെൻഡൽസ് ടെസ്റ്റ്, ഈ ടെസ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് PYQ നോക്കാം അല്ലേ. 11 rural, 11 semi-urban and 11 urban students were thoroughly interviewed and they were ranked using a pooled sample of n is equal to 33 for their communication skills. Which one of the following statistical technique would be appropriate to explore group-wise difference in communication skills? 2019 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 റൂറൽ, 11 സെമി ഏർബൻ, 11 ഏർബൻ സ്റ്റുഡൻസിനെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരെ റാങ്കും ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ബേസിസിൽ. അപ്പം ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് നമ്മൾക്ക് അവരെ ഗ്രൂപ്പ് വൈസ് ഡിഫറൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലുള്ള അവരുടെ ഗ്രൂപ്പ് വൈസ് ഡിഫറൻസ് കാണാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഫസ്റ്റ് വൺ ഫ്രെഡ്മാൻ ടെസ്റ്റ് വരുന്നുണ്ട്, ക്രിസ്കൽ വാലീസ്, റാങ്ക് ഡിഫറൻസ് കോറിലേഷൻ, വൺ വേ അനോവ ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. ഇത് നാലുമാണ് നമ്മളുടെ ഓപ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഓപ്ഷൻസിന് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫ്രെഡ്മാൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ സെയിം പാർട്ടിസിപ്പൻസ് ആർ ടെസ്റ്റഡ് അണ്ടർ 3 or more കണ്ടീഷൻസ്. അപ്പം ഒരേ പാർട്ടിസിപ്പൻസിനെ നമ്മൾ 3 or more കണ്ടീഷൻസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം സെയിം പാർട്ടിസിപ്പൻസ് ഓർ മാച്ച്ഡ് ഗ്രൂപ്പ്സ് ആർ ടെസ്റ്റഡ് അണ്ടർ 3 or more കണ്ടീഷൻസ്. ഇപ്പം മാച്ച്ഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വൈഫ് അല്ലെ, റിലേറ്റഡ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്നത് ഹസ്ബൻഡ്, വൈഫ്, ട്വിൻസ്, ഇങ്ങനെ വരുന്ന റിലേഷൻസ് ഒക്കെ വരുന്നില്ലേ, അതിനെയാണ്. അപ്പം ഒരേ പാർട്ടിസിപ്പൻസിനെ 3 അതിലധികമോ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഫ്രൈഡ്മാൻ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ദ ഡാറ്റ ഈസ് ഇൻ റാങ്ക് ഫോം. അപ്പം എന്താണ് ഡാറ്റ? എന്താണ്? റാങ്ക് ഫോമിലാണ്, അറ്റ്ലീസ്റ്റ് ഓർഡിനൽ ഫോമിലായിരിക്കണം നമ്മളുടെ ഡാറ്റ. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ 3 or more റിലേറ്റഡ് ഓർ മാച്ച്ഡ് സാമ്പിൾ ടു സീ ഇഫ് ദർ ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. അപ്പം നമ്മളുടെ ഗ്രൂപ്പ്സിൽ 3 അതിലധികമോ ആയിട്ടുള്ള സാമ്പിൾസിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്? ഫ്രെഡ്മാൻ ടെസ്റ്റ്. എക്സാമ്പിൾ നോക്കാം. യു വാണ്ട് ടു കമ്പയർ ദ പെർഫോമൻസ് ഓഫ് 10 സ്റ്റുഡൻസ് അണ്ടർ മെത്തേഡ് എ, മെത്തേഡ് ബി, മെത്തേഡ് സി. അപ്പം ഒരു ടീച്ചിങ് മെത്തേഡ്, ലെക്ചർ മെത്തേഡിനാണ് മെത്തേഡ് എ എന്ന് പറയുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡിനാണ് മെത്തേഡ് ബി എന്ന് പറയുന്നത്, ഓൺലൈൻ ലേണിംഗ് ആണ് മെത്തേഡ് സി എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഒരു 10 സ്റ്റുഡൻസിനെ പെർഫോമൻസ് എന്ത് ചെയ്യാണ്? ഈ 3 മെത്തേഡ് വെച്ചിട്ടും കമ്പയർ ചെയ്യാണ്. അപ്പം ഈ 10 സ്റ്റുഡൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെത്തേഡ് എ ടെസ്റ്റ് ചെയ്യുന്നത്, മെത്തേഡ് ബി ടെസ്റ്റ് ചെയ്യുന്നത്, മെത്തേഡ് സി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തേ സംഭവിക്കുന്നുണ്ട്? സിൻസ് ദ സെയിം സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൾ 3 മെത്തേഡ്സ്, ദ സ്കോർസ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അവർ തന്നെ 3 മെത്തേഡ്സും ട്രൈ ചെയ്യുന്നതോടുകൂടി തന്നെ അവരുടെ സ്കോർസ് എന്തല്ല? ഇൻഡിപെൻഡൻ്റ് അല്ല, അവരുടെ സ്കോർസ് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ സ്കോഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ദീസ് സ്കോഴ്സ് ഇൻ ടു റാങ്ക്സ് വിത്തിൻ ഈച്ച് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ട് അവർക്ക് റാങ്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആഡ് അപ്പ് റാങ്ക്സ് ഫോർ ഈച്ച് കണ്ടീഷൻ അക്രോസ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഓരോ കണ്ടീഷനിലുള്ള റാങ്ക് എന്ത് ചെയ്യാണ്? നമ്മൾ ആഡ് ചെയ്യുകയാണ്. കമ്പയർ ദ ടോട്ടൽ റാങ്ക്സ്. ഇഫ് വൺ മെത്തേഡ് കൺസിസ്റ്റൻ്റ്ലി ഗെറ്റ്സ് ഹയർ റാങ്ക്സ്, ഇറ്റ്സ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ഈ റാങ്ക്സ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹയർ റാങ്ക്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്ന് പറയാം. ഇതൊരു സ്റ്റെപ്പാണ്, ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമ്മൾ ഫ്രെഡ്മാൻ ടെസ്റ്റ് എങ്ങനെ നടത്തുന്നുള്ള സ്റ്റെപ്പാണ്. ഇതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പ്രോബ്ലം ആയിട്ട് നമ്മൾ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, തിയറി പാർട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രൈഡ്മാൻ ടെസ്റ്റ് അതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ക്രിസ്കൽ വാലീസ് ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ 3 or more ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പം 3 അതിലധികമോ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. വെൻ
ദ ഡാറ്റ ഇസ് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. എപ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ, ഡാറ്റ ഓർഡിനൽ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പം അറ്റ്ലീസ്റ്റ് ഓർഡിനലെങ്കിലായിരിക്കണം ഡാറ്റ, കൂടാതെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? ക്രിസ്കൽ വാലീസ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. It is used to determine if there is a statistical difference in the medians of the groups being compared. അപ്പം നമ്മളുടെ ഗ്രൂപ്പിൻ്റെ മീഡിയൻസിനെ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ക്രിസ്കൽ വാലീസ് ടെസ്റ്റ് വഴിയാണ്. ഇനി എക്സാമ്പിൾ നോക്കാം. എ റിസർച്ചർ വാണ്ട്സ് ടു നോ ഇഫ് സ്റ്റുഡൻസ് എക്സാം പെർഫോമൻസ് ഡിഫേഴ്സ് ബൈ ടൈപ്പ് ഓഫ് സ്കൂൾ. നമ്മൾ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് സ്കൂളിനെ ബേസ് ചെയ്തിട്ട് അവരുടെ എക്സാം പെർഫോമൻസിൽ മാറ്റം വരും. നമ്മൾ പറഞ്ഞില്ലേ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു മെത്തേഡ് യൂസ് ചെയ്ത അതേ പാർട്ടിസിപ്പൻസിനെ നെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഗ്രൂപ്പ് 1 റൂറൽ സ്കൂൾ സ്റ്റുഡൻസ്, ഗ്രൂപ്പ് 2 സെമി ഏർബൻ സ്കൂൾ സ്റ്റുഡൻസ്, ഗ്രൂപ്പ് 3 ഏർബൻ സ്കൂൾ സ്റ്റുഡൻസ്. അപ്പം ഈ 3 ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്ക് മെത്തേഡ്സ്, അവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം റാങ്ക് ഓൾ സ്റ്റുഡൻറ് സ്കോർസ് ടുഗെദർ. അവരുടെ എല്ലാ സ്കോർസും എന്ത് ചെയ്യുക? ടുഗെദർ ആയിട്ട് നമ്മൾ റാങ്ക് ചെയ്യുക. ലോവസ്റ്റ് റാങ്ക് 1 എന്നും ഹയസ്റ്റ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കുക. ഇനി ആഡ് അപ്പ് ടു ദ റാങ്ക്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. അപ്പം ആ റാങ്ക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഗ്രൂപ്പിലുള്ള റാങ്ക്സ് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പയർ വെദർ ഡിഫറൻസസ് ഇൻ മീൻ റാങ്ക്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. അപ്പം നമ്മളുടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന്, ഡിഫറൻസസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇതാണ് ക്രിസ്കൽ വാലീസിൽ ചെയ്യുന്നത്. ഇനി റാങ്ക് ഡിഫറൻസ് കോറിലേഷൻ. റാങ്ക് ഡിഫറൻസ് കോറിലേഷൻ ഓഫൺ കോൾഡ് ആസ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. കോറിലേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. കോറിലേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പോൾ 2 ഭാഗങ്ങൾ, ഇതിപ്പം പാരാമെട്രിക് ടെസ്റ്റും കോറിലേഷനും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 2 മൊഡ്യൂൾ, അല്ലെ ഒരു മൊഡ്യൂളിലെ തന്നെ 2 ഭാഗങ്ങളിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻസ് അങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പം റാങ്ക് ഡിഫറൻസ് കോറിലേഷൻ എന്താണ്? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് വെൻ ദ ഡാറ്റ ആർ ഇൻ റാങ്ക് ഫോം. റാങ്ക് ഫോമിലുള്ള ഡാറ്റകളുടെ 2 വേരിയബിൾസ് തമ്മിലുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് അസോസിയേഷൻ, അവരുടെ അസോസിയേഷൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റാങ്ക് ഡിഫറൻസ് കോറിലേഷൻ മെഷർ ചെയ്യുന്നുണ്ട്. ഇറ്റ് മെഷേഴ്സ് അസോസിയേഷൻ നോട്ട് ഗ്രൂപ്പ് ഡിഫറൻസസ്. ഇതെന്താണ്? അസോസിയേഷൻ ആണ് മെഷർ ചെയ്യുന്നത്, നമ്മളുടെ ഗ്രൂപ്പ് ഡിഫറൻസസ് അല്ല. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. ഇനി വൺ വേ അനോവ ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു ടെസ്റ്റിന് യൂസ് ചെയ്ത പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യില്ല? മറ്റേ ടെസ്റ്റിന് ഉപയോഗിക്കില്ല. അവർ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ഇതെന്താണ്? ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ പാരാമെട്രിക് ടെസ്റ്റ്. compares the means of 3 or more independent groups based on one independent variable. ഇപ്പോൾ വൺ വേ അനോവ എന്താണ്? 3 or more independent groupsനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസ് ചെയ്തിട്ട് അവരുടെ മീൻസ് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന 3 അതിലധികമോ ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ മീനിനെ കമ്പയർ ചെയ്യുന്നതാണ് വൺ വേ അനോവ ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. ഇനി ഡിറ്റർമൈൻ ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് മീൻസ്. അവരുടെ ഗ്രൂപ്പ് മീൻസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇനി നോ ഇൻ്ററാക്ഷൻ എഫക്ട്സ് ബിക്കോസ് ഓൺലി വൺ ഫാക്ടർ ഇസ് ടെസ്റ്റഡ്. ഒരു ഫാക്ടർ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തേ ഇല്ല? വൺ വേ അനോവയിൽ ഇൻ്ററാക്ഷൻ എഫക്ട്സ് ഇല്ല. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ഗ്രൂപ്പ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ പറഞ്ഞു ഡി വി ഇസ് കണ്ടിന്യൂസ്. അപ്പം പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഇൻ്റർവെല്ലോ റേഷ്യോ ആയിട്ടുള്ള സ്കെയിൽസിൽ വരുന്നത് മാത്രമേ നമ്മൾ വൺ വേ അനോവയിൽ യൂസ് ചെയ്യുകയുള്ളൂ. അല്ലെ വൺ വേ അനോവ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് ആയിരിക്കണം. സ്കോർസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. സ്കോർസ് എന്തായിരിക്കണം? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ബെൽ കർവിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഇനി വേരിയൻസസ് അക്രോസ് ഗ്രൂപ്പ്സ് ആർ ഈക്വൽ. അപ്പം ഹോമോജനിറ്റി ഓഫ് വേരിയൻസ് എന്നാണ് പറയുക. വേരിയൻസസ് അക്രോസ് ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സിൻ്റെ ഇടയിലുള്ള വേരിയേഷൻസ് വരുന്നതൊക്കെ എന്തായിരിക്കണം?
ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? വൺ വേ അനോവ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ? സെയിം ടീച്ചിങ് മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഗ്രൂപ്പ് എ 10 സ്റ്റുഡൻസ് ടോട്ട് വിത്ത് ലെക്ചേഴ്സ്, ഗ്രൂപ്പ് ബി 10 സ്റ്റുഡൻസ് ടോട്ട് വിത്ത് ഓൺലൈൻ. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പം 10 സ്റ്റുഡൻസ് ലെക്ചേഴ്സ് വഴിയും വേറെ 10 സ്റ്റുഡൻസ് എന്താണ് ഓൺലൈൻ വഴിയും. ഇനി ഗ്രൂപ്പ് സി 10 സ്റ്റുഡൻസ് ടോട്ട് വിത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇനി ബാക്കിയുള്ള 10 സ്റ്റുഡൻസ് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴിയുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഈച്ച് സ്റ്റുഡൻറ് ഈസ് ഇൻ ഓൺലി വൺ ഗ്രൂപ്പ്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു ഗ്രൂപ്പിന് മാത്രമേ ബിലോങ് ചെയ്യുന്നുള്ളൂ, വേറെ ഗ്രൂപ്പിന് ബിലോങ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? നമ്മളുടെ എക്സാം സ്കോഴ്സ് ആണ്. ഓക്കെ, എക്സാം സ്കോഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ 4 നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു നിങ്ങൾ എന്തായാലും കാണാപ്പാഠം പഠിക്കുക. അതാണ് കാണാപ്പാഠം, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിച്ചു വെക്കുക. കാരണം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു എളുപ്പ വഴിയാണ് നമ്മൾ പറയുന്നത്. അതായത് 2 റിലേറ്റഡ് ഗ്രൂപ്പ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം 2 റിലേറ്റഡ് ആയിട്ട് ഓൺലി 2 റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരേ പാർട്ടിസിപ്പൻസിനെ തന്നെ 2 കണ്ടീഷൻസിലേക്ക് അപ്ലൈ ചെയ്യുക, 2 കണ്ടീഷൻസ് അവരുടെ ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 2 റിലേറ്റഡ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? വിൽകോക്സൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മാൻ വിറ്റ്നി ടെസ്റ്റ് യൂസ് ചെയ്യും. 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? മാൻ വിറ്റ്നി ടെസ്റ്റ് യൂസ് ചെയ്യും. ഇനി 3-ലധികമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റും. 3-ലധികമായിട്ടുള്ള റിലേറ്റഡ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അവിടെ ഫ്രൈഡ്മാൻ ടെസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം ഒന്നും കൂടി. അപ്പം 11 റൂറൽ, 11 സെമി അർബൻ, 11 ഏർബൻ. അപ്പം 3 ഗ്രൂപ്പ് തന്നെയാണ് അല്ലേ, 3 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. കാരണം 11 റൂറൽ, സെമി ഏർബൻ, ഏർബൻ, അങ്ങനെ 3 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് തന്നെയായിട്ടാണ് നമ്മളുടെ ഡാറ്റ ഉള്ളത്. അത് ഏതിൻ്റെ ബേസിസിലാണ്? ഒരു ഫാക്ടറിൻ്റെ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ബേസിലാണ് നമ്മൾ ഇവരെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? അപ്പം നേരത്തെ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാകും? ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പം ഒന്നാമത്തെ കാര്യം, ഇവിടെ 3 ഉണ്ടല്ലേ, 3-ഓ 3-ലധികമോ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ട്. അപ്പം അതിനെ നമ്മൾ, അതും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. അപ്പം 3-ഓ അതിലധികമോ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്? ക്രിസ്റ്റൽ വാലീസ്. അപ്പം 3-ഓ അതിലധികമോ ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേറ്റഡ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഫ്രൈഡ്മാൻ ടെസ്റ്റ് അല്ലേ. അപ്പം ഇങ്ങനെ കുറച്ച് റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മളുടെ ആൻസർ എന്താ വരുന്നത്? ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റ്. ഇനി രണ്ടാമത്തെ PYQ. Which of the following is one of the non-parametric counterpart of ANOVA? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട്, പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്ന പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടുണ്ട്, നോൺ പാരാമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പാരാമെട്രിക് കൗണ്ടർ പാർട്ടുണ്ട്. അപ്പം ഈ കൗണ്ടർ പാർട്സ് നമ്മൾ വളരെ തറോ ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് 2024 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇനി അനോവയുടെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതാ? ക്രിസ്റ്റൽ വാലീസ്, മാൻ വിറ്റ്നി, കെൻറ്റൽസ്, വിൽകോക്സ്. അപ്പം ആദ്യം അനോവ എന്താ നോക്കണം, അതിൻ്റെ അസംഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോൺ പാരാമെട്രിക് ആയിട്ട് വരുന്നത് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇതിൽ തന്ന ഓപ്ഷൻസിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ ടെസ്റ്റുകൾ എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ മാൻ വിറ്റ്നി ടെസ്റ്റ്. അപ്പം നേരത്തെ നമ്മൾ ക്രിസ്റ്റൽ വാലീസ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തതായിട്ടുള്ള മാൻ വിറ്റ്നി ടെസ്റ്റിലേക്ക് പോവാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഡാറ്റ ഫ്രം 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ടായിരുന്നു മാൻ വിറ്റ്നി 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? മാൻ വിറ്റ്നിയാണ്. അപ്പം 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? മാൻ വിറ്റ്നി ടെസ്റ്റ്. വെൻ മെഷർമെൻറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ഓർഡിനൽ
മെഷർമെൻ്റ് എങ്കിലും ആയിരിക്കണം. ഇനി അനലൈസ് ദ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പം നമ്മളുടെ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെയും കൺട്രോൾ ഗ്രൂപ്പിൻ്റെയും ഡിഗ്രി ഓഫ് സെപ്പറേഷൻ, എത്രത്തോളം അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് എമൗണ്ട് ഓഫ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാൻ വിറ്റ്നി ടെസ്റ്റ് വഴി അനലൈസ് ചെയ്യുന്നുണ്ട്. ഇനി യൂസ്ഡ് വെൻ ഡാറ്റ ഈസ് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ നോർമലി ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്ത ഡാറ്റകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാൻ വിറ്റ്നി ടെസ്റ്റിന് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡിഫർ ഇൻ ഹൗ മെനി ഹവേഴ്സ് ദേ സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ പെർ ഡേ. ഒരു ഡേയിൽ എത്രത്തോളം ഹവേഴ്സ് ഗേൾസും ബോയ്സും സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഗ്രൂപ്പ് 1 ആയിട്ടുള്ള ബോയ്സ് കൊടുത്തിരിക്കുന്നത് ഇത്ര ഹവേഴ്സാണ്, ഗ്രൂപ്പ് 2 ആയിട്ടുള്ളതിൽ ഗേൾസിൽ കൊടുത്തിരിക്കുന്നത് ഇത്ര ഹവേഴ്സ്. ഇത് തന്നെ വിസിബിൾ ആണ് അല്ലേ? എത്രത്തോളം ഉണ്ട്? ബോയ്സ് ജനറലി സ്പെൻഡ് ലെസ് ടൈം, ഗേൾസ് ജനറലി സ്പെൻഡ് മോർ ടൈം എന്ന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാൻ വിറ്റ്നി യു ടെസ്റ്റ് വിൽ കമ്പയർ ദ റാങ്കിങ്സ് ഓഫ് ദീസ് 2 ഗ്രൂപ്പ്സ് ടു ചെക്ക് ഇഫ് ദ ഡിഫറൻസ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. അപ്പം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ റാങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്തിട്ട് ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം യു സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ്, യു എന്നാണ് അതിന് പറയുക. അപ്പം സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് ആർ വെരി ഡിഫറെൻ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണം. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യകതയല്ല, നമുക്ക് പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. അപ്പം നമ്മളുടെ കിട്ടുന്ന യു സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് തമ്മിൽ എന്തുണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇഫ് യു ഇസ് ലാർജ്, നല്ല ലാർജ് ആണെന്നുണ്ടെങ്കിൽ ദ ഗ്രൂപ്പ്സ് ഓവർലാപ്പ് എല്ലോട്ട്. അപ്പം അവിടെ അധികം ഡിഫറൻസ് കിട്ടുന്നില്ല, അവർ കൂടുതൽ ഓവർലാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് മാൻ വിറ്റ്നി യു ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് കെൻറ്റൽസ് ടെസ്റ്റ് ആണ്, നോൺ പാരാമെട്രിക് കോറിലേഷൻ ടെസ്റ്റ് ആണ്. ഇതും നമ്മളുടെ സിലബസിൽ അത്രത്തോളം വിസിബിളായിട്ട് കാണുന്ന ഒരു ടെസ്റ്റ് അല്ല, ജസ്റ്റ് നമുക്ക് ബ്രീഫായിട്ട് പോവാം. ഇനി മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അപ്പം 2 വേരിയബിൾസിൻ്റെ സ്ട്രെങ്ത്തും അസോസിയേഷൻ്റെ ഡയറക്ഷനും ഒക്കെയാണ് ഇതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. കൂടാതെ വർക്ക്സ് വിത്ത് റാങ്ക്സ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺകോർഡൻറ്റ് ആൻഡ് ഡിസ്കോർഡൻറ്റ് പെയേഴ്സ്. കൺകോർഡൻറ്റ് അല്ലെങ്കിൽ ഡിസ്കോർഡൻറ്റ് പെയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് ഇതിൽ വരുന്ന 2 ടേംസ് ആണ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അസോസിയേഷനിൽ രണ്ടും ഒരേ രീതിയിലാണ് അസോസിയേറ്റ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് കൺകോർഡൻറ്റ്, അല്ലെങ്കിൽ അഗ്രീയിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കൺകോർഡൻ്റ് ആണ്. ഇനി ഡിസ്കോർഡൻ്റ് എന്ന് പറയുന്നത് രണ്ടും, അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, ഡിസ്കോർഡൻ്റ് പെയേഴ്സ്. അപ്പം ഇത് നമുക്ക് ടോ എന്ന് പറയുന്ന നമ്മളുടെ ടോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് എന്ത് ഈ ടെസ്റ്റ് നടക്കുന്നത്. ഇതൊരു നോൺ പാരാമെട്രിക് കോറിലേഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി Wilcoxon test. It is used to compare 2 related samples, matched samples or repeated measurements. അപ്പം ഇവിടെ എന്താണ്, 2 റിലേറ്റഡ് സാമ്പിൾസിനെ നമ്മൾ വെറും 2 റിലേറ്റഡ് സാമ്പിൾസിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്താ, Wilcoxon ടെസ്റ്റ്. ഇനി ടു അസസ് വെദർ ദെയർ പോപ്പുലേഷൻ റാങ്ക്സ് ഓഫ് ദ ഡിഫറൻസ്, അവരുടെ പോപ്പുലേഷൻ റാങ്ക്സ് ഡിഫറൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. ഇനി used when the researcher able to obtain data measured at a higher level than ordinal scale as a counterpart of paired t-test. അപ്പം paired t-testൻ്റെ അല്ലെങ്കിൽ ഓർഡിനൽ ലെവലിനെക്കാട്ടും ഹയർ ലെവലിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ paired t-testൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, Wilcoxon ടെസ്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. If therapy reduce anxiety, anxiety before therapy, anxiety after therapy. അപ്പം anxiety before therapy മെഷർ ചെയ്തതും anxiety after therapy മെഷർ ചെയ്തതും ഉണ്ട്. അതിൽ നമ്മൾ W കണ്ടെത്തുകയാണ്. അത് ഈ പോസിറ്റീവ് റാങ്ക്സിൻ്റെയും നെഗറ്റീവ് റാങ്ക്സിൻ്റെയും ഒരു സമ്മ് കണ്ടെത്തിയിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നമ്മൾ W ആയിട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. വിൽകോക്സൻ്റെതാണ് W എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ W ആയിട്ട് എടുക്കും. ഇഫ് W is very small, there is a strong difference between the conditions. അപ്പം W വളരെ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മളുടെ കണ്ടീഷൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതോടുകൂടി നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുകയും W ലാർജ് ആണെന്നുണ്ടെങ്കിൽ
നോ ഡിഫറൻസ് അല്ലെങ്കിൽ വളരെ കുറച്ച് ഡിഫറൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഫെയിൽ ടു റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ്. ഇതാണ് വിൽകോക്സൺ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അല്ലേ. പാരാമെട്രിക് ടെസ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഏതാണ് വരുന്നത്? മാൻ വിറ്റ്നി യു ടെസ്റ്റ്. അപ്പം നമ്മളുടെ പാരാമെട്രിക് ടെസ്റ്റ്, അതിൻ്റെ കൗണ്ടർ പാർട്ട്, അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുള്ളതുമാണ് നോക്കുന്നത്. അപ്പം ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താണ് വരുന്നത്? മാൻ വിറ്റ്നി യു ടെസ്റ്റ്. ഇനി പെയർഡ് ടി ടെസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താ വരുന്നത്? വിൽകോക്സൺ. ഓക്കെ, പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വരുന്നുണ്ട്. വൺ വേ അനോവ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്? ക്രിസ്റ്റൽ വാലീസ്. വൺ വേ അനോവ ഫോർ റിപ്പീറ്റഡ് മെഷേഴ്സ് ആണെങ്കിൽ അവിടെ ഫ്രൈഡ്മാൻ. കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്രൂപ്പ്സ് ഉള്ളതും വരും, 3+ ഗ്രൂപ്പ്സ് ഉള്ളതും വരും. ഓക്കെ, 2 ഗ്രൂപ്പ്സും ഉണ്ട്, 3+ ഗ്രൂപ്പ്സും ഉണ്ട്. അപ്പോൾ 3+ ഗ്രൂപ്പ്സ് ഉണ്ട്, 2 ഗ്രൂപ്പ്സും ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഇവിടെ പെയർഡ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, പെയർഡ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഇനി ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പം 2 ഗ്രൂപ്പ്സ്, വെറും 2 എണ്ണം എത്ര വരുന്നുള്ളൂ? 2 ഗ്രൂപ്പ്സേ വരുന്നുള്ളൂ. അതിൽ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് രണ്ടും നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെസ്റ്റ് നടത്തുന്ന ആ പാർട്ടിസിപ്പൻസ് വേറൊരു ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല? ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധവുമില്ല, വേറെ ടെസ്റ്റിൽ വേറെ പാർട്ടിസിപ്പൻസ് തന്നെയാണ്. അപ്പം 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിലും വരുന്നുണ്ട്. ഇനി പെയർഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താ? ഒരേ സെറ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് നമ്മൾ 2 കണ്ടീഷൻസ് മെഷർ ചെയ്യാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ പെയർഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിൽ നമ്മൾ ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ്. ഓക്കെ, ഇനി പെയർഡ് ഗ്രൂപ്പ്സിൽ വരുന്ന പാരാമെട്രിക് ടെസ്റ്റ് ഏതാ? പെയർഡ് ടി ടെസ്റ്റ്. ഓക്കെ, പെയർഡ് ടി ടെസ്റ്റ് ആണ് നമ്മളുടെ പെയർഡ് ഗ്രൂപ്പ്സിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റും ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിൽ യൂസ് ചെയ്യുന്നത് എന്താ? ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ്. ഇതാണ് നമ്മളുടെ പാരാമെട്രിക് ടെസ്റ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ നോൺ പാരാമെട്രിക് ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്ത് വരുന്നത്? ഇവിടെ നമ്മൾ എന്താ വരുന്നത്? മാൻ വിറ്റ്നി ടി ടെസ്റ്റ്. കണ്ടോ, ഇതാ നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണ്. നമുക്ക് എന്താ വരുന്നത്? മാൻ വിറ്റ്നി ടി ടെസ്റ്റ്. ഇനി നമ്മളുടെ പെയർഡ് ടി ടെസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മളുടെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് എന്താ വരുന്നത്? അപ്പം വെറും 2 ആൾക്കാരിൽ മാത്രം, 2 ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന പാരാമെട്രിക് ആയിട്ട് വരുന്നത് എന്താണ്? പെയർഡ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ പെയർഡ് ടി ടെസ്റ്റ്. അതിൻ്റെ തന്നെ നോൺ പാരാമെട്രിക് ആയിട്ടുള്ള കൗണ്ടർ പാർട്ട് അവിടെ എന്താ വരുന്നത്? വിൽകോക്സൺ. അപ്പം ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? മാൻ വിറ്റ്നി ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. ആ 2 ഗ്രൂപ്പ്സും ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. കൂടാതെ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റിൻ്റെ ഒരു കൗണ്ടർ പാർട്ട്, നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടാണ് മാൻ വിറ്റ്നി ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും എന്താണെന്നുള്ളത് പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെയും അസംഷൻസും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, വരും ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പാരാമെട്രിക് അസംഷൻസ് ഫോളോ ചെയ്ത് പോകാത്തതിനാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് നടത്തുക. ഓക്കെ, അപ്പം ഇതിൻ്റെ കൗണ്ടർ പാർട്ടാണ് എന്ത് വരുന്നത്? മാൻ വിറ്റ്നി വരുന്നത്. അതേപോലെ തന്നെ വിൽകോക്സൺ ടെസ്റ്റ് എന്താണ്? അത് 2 ഗ്രൂപ്പ്സിൽ
പെയേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ നടത്തുന്ന ടെസ്റ്റാണ്. കൂടാതെ അത് പെയേർഡ് ടി ടെസ്റ്റിൻ്റെ എന്താണ് നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടുമാണ്. ഓക്കെ, ഇനി കണ്ടില്ലേ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതാണ്. ഓക്കെ, ഇനി നമ്മൾ 3+ ഗ്രൂപ്പ്സിൽ നോക്കാം. 3+ ഗ്രൂപ്പ്സിലും ഇതേപോലെ എന്തുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, കൂടാതെ പെയേർഡ് ഗ്രൂപ്പ്സും ഉണ്ട്. ഓക്കെ, ഈ പെയേർഡ് ഗ്രൂപ്പ്സും ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിലും വരുന്ന പാരാമെട്രിക് ആയിട്ടുള്ളതാണ് ഏത്, പാരാമെട്രിക് ആയിട്ട് വരുന്നതാണ് ഇത് 1-way ANOVA ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. 1-way ANOVA ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസിലേക്ക് വരുന്ന 1-way ANOVA ആണ് നമ്മളുടെ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പം 3+ ഗ്രൂപ്പ്സിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ, കൂടാതെ അത് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിലാണ് ടെസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ഏതാണ്, 1-way ANOVA ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ. ഇനി അതിന് യൂസ് ചെയ്യുന്ന നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട്, നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഏതാണ്, നമ്മളുടെ ക്രിസ്റ്റൽ വാലീസ്. ഓക്കെ, അപ്പം 1-way ANOVA ഇൻഡിപെൻഡൻറ്റ് സാമ്പിളിൻ്റെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഏതാണ്, ക്രിസ്റ്റൽ വാലീസ്. അപ്പം ക്രിസ്റ്റൽ വാലീസ് എന്ന് പറയുമ്പോൾ അവിടെ 3 ഗ്രൂപ്പ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് 3ഉം ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും. കൂടാതെ എന്താണ് 1-way ANOVAയുടെ കൗണ്ടർ പാർട്ട്, നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടാണ് ക്രിസ്റ്റൽ വാലീസ് വരുന്നത്. ഇനി പെയേർഡ് ഗ്രൂപ്പ്സിൻ്റെ ഏതാ വരുന്നത്, 1-way ANOVA പെയേർഡ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സാമ്പിളോ പെയേർഡ് സാമ്പിളോ റിപ്പീറ്റഡ് മെഷർ ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, പെയേർഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഏതാ വരുന്നത്, ഫ്രൈഡ്മാൻ ടെസ്റ്റ്. ഫ്രൈഡ്മാൻ ടെസ്റ്റ്. അപ്പം ഇതാണ് നമ്മൾ ഓവറോൾ ആയിട്ട് അതിൻ്റെ പാരാമെട്രിക് കൗണ്ടർ പാർട്ട്, നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട്, ഏത് ടെസ്റ്റാണ് നടത്തുന്നത്, എത്ര ഗ്രൂപ്പിലാണ് നടത്തുന്നത് എന്നുള്ള ഓവറോൾ ആയിട്ട് നമ്മളുടെ ഒരു ചാർട്ട്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് വൺ ഓഫ് ദ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഓഫ് ANOVA. ഇവിടെ ANOVA എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സെന്നോ ഡിപ്പെൻഡൻറ്റ് ഗ്രൂപ്പ്സെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പം നമുക്ക് മാൻ വിറ്റ്നി നമ്മൾ ടി ടെസ്റ്റിന് പകരമാണ് ചെയ്യുന്നത്. കെൻഡൽസ് ടെസ്റ്റ് നമ്മൾ സംസാരിച്ചു, വിൽകോക്സ് ടെസ്റ്റും നമ്മൾ സംസാരിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്, ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റ്. ഇനി PYQ3, which one of the following is the nearest parametric alternative to crystal values? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ്സായിട്ട് ഞാനത് എടുത്ത് പറയുന്നത്. സോ നിങ്ങൾ പാരാമെട്രിക് ഇതാ 2021 ചോദിച്ച ചോദ്യമാണ്, 2024 ചോദിച്ചിട്ടുണ്ട്. അപ്പം പാരാമെട്രിക് ആൾട്ടർനേറ്റീവ് ടു ക്രിസ്റ്റൽ വാലീസ് ഏതാണ് നമ്മൾ പറഞ്ഞത്, ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് വരുന്നുണ്ട്, പെയേർഡ് സാമ്പിൾ ടി ടെസ്റ്റ് വരുന്നുണ്ട്, 1-way ANOVA ഫോർ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, 1-way ANOVA ഫോർ റിപ്പീറ്റഡ് മെഷേഴ്സ് വരുന്നുണ്ട്. ഏതാണ് നമ്മളുടെ ആൻസർ വരുന്നത്? അതിൻ്റെ മുന്നേ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിനെ പറ്റി ഒന്ന് നോക്കാം. നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ വിൽകോക്സൺ പറഞ്ഞ് എന്താ പറയുക ഫ്രൈഡ്മാൻ പറഞ്ഞ് ക്രിസ്റ്റൽ വാലീസ് ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അത് നമ്മളുടെ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ മീൻസ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആർ സെയിം ഓർ നോട്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് അതിനെ കമ്പയർ ചെയ്യുന്നതാണ്. അത് സെയിം ആണോ അല്ലയോ എന്നുള്ളത് കമ്പയർ ചെയ്യുന്നതാണ്. അതിൻ്റെ മീൻസ് കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ്. Used when the 2 random samples come from the normal population having unknown or same variation. അപ്പം ഈ 2 സാമ്പിൾസും എന്താണ്, നോർമൽ പോപ്പുലേഷൻ എന്ന് വന്നതാണ്, സെയിം വേരിയേഷൻസും അതിന് വേണം. ഇനി എക്സാമ്പിൾ നോക്കാം. യു വാണ്ട് ടു സീ ഇഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡിഫർ ഇൻ എക്സാം സ്കോർസ്. എക്സാം സ്കോർസിൽ ബോയ്സും ഗേൾസും ഡിഫർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ബോയ്സ് സ്കോർ, ഗ്രൂപ്പ് 2 ഗേൾസ് സ്കോർ. കമ്പയർ ആവറേജ് സ്കോർസ് ഓഫ് ബോയ്സ് വേഴ്സസ് ഗേൾസ്. ഇതാണ് നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെയേർഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്താ, ഇതും പാരാമെട്രിക് ടെസ്റ്റ് തന്നെയാണ്. മീൻസ് ഓഫ് 2 റിലേറ്റഡ് ഗ്രൂപ്പ്സ്. നമ്മൾ പറഞ്ഞല്ലേ 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റും, റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പെയേർഡ് സാമ്പിൾ ടി ടെസ്റ്റും. അപ്പം
ഡു ദ സെയിം പീപ്പിൾ പെർഫോം ഡിഫറെൻ്റ്ലി ഇൻ 2 കണ്ടീഷൻസ്. അപ്പം നമ്മൾ 2 കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിച്ചാൽ അവർ ഒരേ ആൾക്കാർ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് ആണോ 2 കണ്ടീഷൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിം ആയിട്ടാണോ എന്നുള്ളതൊക്കെ കമ്പയർ ചെയ്യുന്നതാണ് എന്ത് പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റിൽ ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ആൻഡ് പോസ്റ്റ് മെഷർമെൻറ്റ് ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അവിടെ എന്ത് ചെയ്യണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. അപ്പം എക്സാമ്പിൾ എന്താ? യു ടെസ്റ്റ് സ്റ്റുഡൻസ് ആങ്സൈറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ തെറാപ്പി. തെറാപ്പിക്ക് ശേഷവും മുന്നേയും അതേ ആൾക്കാരിലെ തന്നെ തെറാപ്പിക്ക് ശേഷവും തെറാപ്പിയുടെ മുന്നേ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ ആങ്സൈറ്റി കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി PYQ3 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നിങ്ങൾ നേരത്തോടകം തന്നെ ഇത് ക്ലാസ് മര്യാദയ്ക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഏതാണ് നമ്മളുടെ ആൻസർ വരുന്നത്? C, 1 way ANOVA for independent groups. ഇനി PYQ4 എന്താ? Which of the following is the non-parametric counterpart of 2 way ANOVA? നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഓഫ് 2 way ആണ്. നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ടു അല്ലേ? ഇനി 2 way അനോവേനെ പറ്റി പറയുന്നുണ്ടോ? 2025 ചോദിച്ച ചോദ്യമാണ്. അപ്പം മാൻവിറ്റി ടെസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, വിൽകോക്സൺ സൈൻ ടെസ്റ്റിനെ പറ്റി പറഞ്ഞു, ക്രിസ്കൽ വാലേസിനെ പറ്റി പറഞ്ഞു, ഫ്രൈഡ്മാനെ പറ്റി പറഞ്ഞു. ഇതിലൊന്നും തന്നെ പക്ഷേ 2 way അനോവയുടെ കൗണ്ടർ പാർട്ട് ആണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്രൈഡ്മാൻ ടെസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചൊരു ലോജിക്ക് യൂസ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. കറക്റ്റ് ഇതിൻ്റെ കണ്ടന്റ് മാത്രമല്ല, അത് കുറച്ചൊരു ലോജിക്ക് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രൈഡ്മാൻ ആണെന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ്? 2 way അനോവേൻ്റെ ട്രൂ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് സ്കെയിലർ റേ ഹെയർ ടെസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്കൽ വാലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷെ അതൊന്നും തന്നെ നമ്മളുടെ സിലബസിലോ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടോ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഓപ്ഷൻസ്. നമ്മുടെ ഓപ്ഷൻസിൽ അത് വന്നിട്ടില്ല. ദ മോസ്റ്റ് കോമൺലി അക്സെപ്റ്റഡ് ആൻസർ എമംഗ് ദ ഗിവൺ ചോയ്സസ് ആർ ഫ്രൈഡ്മാൻ ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിൽ കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഫ്രൈഡ്മാൻ ടെസ്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രൈഡ്മാൻ വർക്ക്സ് ഫോർ 1 factor with repeated measures, but it's the only multi-condition test in the list. Therefore, ഫ്രൈഡ്മാൻ is the best match. അപ്പം നമ്മളുടെ 2 way അനോവ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്ന ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൗണ്ടർ പാർട്ടും എന്തായിരിക്കണം? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അലൗ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ആയിരിക്കണം. അപ്പം നമ്മളുടെ ഓപ്ഷനിൽ അത് അലൗ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഏതേ ഉള്ളൂ? ഫ്രൈഡ്മാൻ മാത്രമേ ഉള്ളൂ. ഇനി 2 way അനോവ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ഫ്രൈഡ്മാൻ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബേസിസിൽ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റിനെയും നോൺ പാരാമെട്രിക് ടെസ്റ്റിനെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം ഡാറ്റ ടൈപ്പിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് കൂടുതലും ഇൻ്റർവെൽ റേഷ്യോ സ്കെയിൽസിലാണ് വരുന്നത്. നോൺ പാരാമെട്രിക് കൂടുതലും എന്താണ്? ഓർഡിനൽ, റാങ്ക്സ്, നോർമൽ ഇൻ്റർവെൽ ഡാറ്റയിലൊക്കെയാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ പാരാമെട്രിക് ടെസ്റ്റ് ഇൻ്റർവെൽ റേഷ്യോ സ്കെയിലിലും നോൺ പാരാമെട്രിക് ടെസ്റ്റ് കൂടുതലും റാങ്ക്സ് അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റയിലൊക്കെയാണ് വരുന്നത്. ഇനി അസ്യൂം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ. പാരാമെട്രിക് ടെസ്റ്റിൽ എന്ത് വേണം? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ എന്തായിരിക്കണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ഇനി ഈക്വൽ വേരിയൻസസ് വേണം. ഇൻ്റർവെൽ ഓർ റേഷ്യോ സ്കെയിലിൽ ആയിരിക്കണം. നോൺ പാരാമെട്രിക് ടെസ്റ്റിലോ ഡു നോട്ട് അസ്യൂം നോർമാലിറ്റി. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവൂല. ഓക്കെ, ഇറ്റ് ക്യാൻ വർക്ക് വിത്ത് ഓർഡിനൽ ഓർ സ്ക്യൂഡ് ഡാറ്റ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനിലല്ലാതെ സ്ക്യൂഡ് ഡാറ്റയിലോ ഓർഡിനൽ ഡാറ്റയിലോ അല്ലെ റാങ്ക്സ് വരുന്നതിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് യൂസ് ചെയ്യുക. ഇനി യൂസസ് മീൻസ് ഓർ വേരിയൻസ് എന്താണ് വരുന്നത്? യൂസസ് മീൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പാരാമെട്രിക് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ മീഡിയൻസോ റാങ്ക്സോ ഒക്കെയാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെൻ ടു യൂസ്? വെൻ ഡാറ്റ ഇസ് നോർമൽ, interval or ratio equal variances. അപ്പം നമ്മളുടെ ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇൻ്റർവെൽ ഓർ റേഷ്യോ സ്കെയിലാണ് അത് വരുന്നത്, ഇല്ലെങ്കിൽ ഈക്വൽ വേരിയൻസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഏറ്റവും നോക്കി നിങ്ങളുടെ റിസർച്ച് നടക്കുകയാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡാണത്. ഓക്കെ, ഇനി നോൺ പാരാമെട്രിക് ടെസ്റ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? വെൻ ദ ഡാറ്റ ഇസ് സ്ക്യൂഡ് ആണ്, ഇല്ലെങ്കിൽ ഓർഡിനലിൽ വരുന്നതാണ്, പാരാമെട്രിക് അസംഷൻസ് ഒന്നും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുക? നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇനി
പവർ സെൻസിറ്റിവിറ്റി മോർ പവർഫുൾ ഇഫ് അസംഷൻസ് ആർ മീറ്റ്. അപ്പം ഈ അസംഷൻസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാരാമെട്രിക് ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ അസംഷൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അത് ലെസ് പവർഫുൾ ആണ്, പാരാമെട്രിക് ടെസ്റ്റിൻ്റെ അത്രയും പവർഫുൾ അല്ല. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസസ് ഇൻ മീൻസ്, എക്സാക്ട് ഡിഫറൻസസ് ഇൻ മീൻസിലുള്ള എക്സാക്ട് ഡിഫറൻസസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. പാരാമെട്രിക് ടെസ്റ്റിൽ മറ്റേടത്ത് എന്താ കിട്ടുക? നമുക്ക് മീഡിയൻസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ റാങ്ക്സിൻ്റെ ഡിഫറൻസ് ആണ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ കിട്ടുക. ഇനി നമ്മൾ എക്സാമ്പിളായിട്ട് പാരാമെട്രിക് ടെസ്റ്റിൽ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് വരുന്നുണ്ട്, പെയർഡ് ടി ടെസ്റ്റ് വരുന്നുണ്ട്, 1 വേ അനോവ വരുന്നുണ്ട്, 2 വേ അനോവ വരുന്നുണ്ട്. നോൺ പാരാമെട്രിക്കിലാണ് മാൻ വിറ്റ്നി, വിൽകോക്സൺ, ക്രിസ്കൽ വാലീസ്, ഫ്രെഡ്മാൻ ടെസ്റ്റ് ഒക്കെ തന്നെ വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ പറ്റിയിട്ടായിരുന്നു. അതിൻ്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ പഠിച്ചു. ഓരോ ടെസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൗണ്ടർ പാർട്സ് എന്തായാലും നിങ്ങൾ റെഫർ ചെയ്യുക. ഞങ്ങളുടെ തന്നെ സ്റ്റഡി നോട്ട്സും കാര്യങ്ങളും മോക്ക് ടെസ്റ്റും വെബിനാർസും ഒക്കെ തന്നെ എൻലൈറ്റ് എന്ന് പറയുന്ന EDFIL അവതരിപ്പിക്കുന്ന കോഴ്സിലൂടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഒരു ക്ലാസ്സും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് EDFILൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.